മലയാളത്തിന്റെ അഭിനയ ചക്രവർത്തി, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ജഗദീഷ് ശ്രീകുമാറിന്റെ 75ാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോ അദ്ദേഹത്തിന്റെ സിനിമകളും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമകളും അതൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്താ ജഗദീഷ് ശ്രീകുമാർ എന്ന് കേൾക്കുമ്പോ തന്നെ ജഗദീഷ് ശ്രീകുമാർ എന്ന് പറയുമ്പോൾ ശരിക്കും ഇപ്പൊ ഒരു വിഷമമുണ്ട്. ഈ പറഞ്ഞ പോലെ എത്രയോ നാളുകളായി, അതായത് 2012 ആ ആക്സിഡന്റ് അതിനുശേഷം ഇപ്പൊ 13 വർഷം. അതായത് പലപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് വരെ പലർക്കും അതിപ്പോഴും എന്താ പറയാ, ചിലവര് ജഗദീഷ് കുമാർ മരിച്ചുപോയി എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം എന്താ പറയാ ആക്റ്റീവായിട്ട് വീണ്ടും വരും എന്നൊക്കെയാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത്. നമ്മുടെ ആ ഒരു വർഷം ശരിക്കും പറഞ്ഞാൽ എല്ലാരും ഭയങ്കരമായിട്ട് നെട്ടി, ഈ ഒരു വാർത്ത കേട്ട് നെട്ടി. കാരണം വലിയൊരു എന്താ പറയാ നികത്താൻ കഴിയാത്ത ഒരു നഷ്ടം. കാരണം ജഗദീഷ് ശ്രീകുമാർ ചെയ്യുന്ന റോളുകളോട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റോളുകൾ പിന്നീട് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെങ്കിലും ജഗതിക്ക് തുല്യം ജഗതി തന്നെയാണെന്ന്. പക്ഷെ എത്രയോ വർഷം, അതായത് ശരിക്കും ഇപ്പോൾ ജഗതിയുടെ ഒരു ലൈഫ് ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കോളേജിൽ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടറും ഒക്കെ ആയിട്ട്, അത് കഴിഞ്ഞിട്ട് സിനിമാ മോഹമായിട്ട് മദ്രാസിൽ പോയി. അന്ന് കുറെ മദ്രാസിൽ അലഞ്ഞ് അന്ന് ശ്രീകുമാരൻ തമ്പി, KS മാധവൻ ഇവരുടെയൊക്കെ സിനിമകളിലൊക്കെ ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ട്, എനിക്ക് കന്യാകുമാരി എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ചട്ടമ്പി കല്യാണി, ഇതിലൊക്കെ ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്ത് നടന്നിട്ടാണ് അദ്ദേഹം ശരിക്കും എന്താ പറയാ കുറെ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ജഗദീഷ് ശ്രീകുമാർ. അത് മാത്രല്ല കൊമേഡിയൻ ആയിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും അദ്ദേഹം കൊമേഡിയൻ മാത്രല്ല, നമുക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നത് ജഗതി ശ്രീകുമാറിനെ ഇഷ്ടപ്പെടാത്തവരില്ല, അതായത് അദ്ദേഹത്തിന് ഹേറ്റേഴ്സ് ഇല്ല. പിന്നെ ഒരു നടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ജഗതി ശ്രീകുമാർ. നമ്മളിപ്പോ ലാലേട്ടനും മമ്മൂക്കയോ അല്ലെങ്കിൽ ഭരത് ഗോപി, തിലകൻ മുതൽ ഒരുപാട് പേര് നമ്മൾ പറഞ്ഞാലും ജഗതി ശ്രീകുമാർ ഇവരിന്നൊക്കെ മാറിയിട്ടുള്ള ശരിക്കും സൂപ്പർ സ്റ്റാർ ആണ്. ഈ പറയുന്ന ആൾക്കാരുടെ ഒപ്പം എങ്ങനെ ഇട്ടാലും സെറ്റ് ആയി പോകും. എങ്ങനെ ഇട്ടാലും അവരെക്കാട്ടും സ്കോർ ചെയ്യും. വില്ലനീസ് ഒക്കെ നമ്മൾ പറയില്ലേ, വില്ലൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്സ്പെക്ടേഷന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കോമഡി കൊണ്ടുവന്നിട്ട് പക്ഷെ ആ ഒരു വില്ലനീസം കാണിക്കാൻ പറ്റും ജഗതിക്ക്. പിന്നെ ഇമോഷൻ ആണെങ്കിൽ നമ്മളെ കരയിപ്പിക്കും. പിന്നെ കോമഡിയുടെ കാര്യത്തിൽ നമ്മൾ പിന്നെ പറയണ്ട, സകലകല വല്ലഭൻ തന്നെയാണ്. കാരണം അതായത് ശരിക്കും ഡാൻസിന് ഡാൻസ് എല്ലാം പറയാം. അതായത് 80s ഈ പ്രേം നസീറിന്റെ ഒക്കെ കാലഘട്ടത്തിൽ അഭിനയിച്ചു തുടങ്ങിയതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ശരിക്കും അദ്ദേഹം ഇപ്പൊ നമ്മളൊക്കെ ഒരു 90s കിഡ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ അതിനെ കണ്ടു തുടങ്ങിയത് ഒരു കിലുക്കൊക്കെ സമയം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിന് മുമ്പ് 80s താളവട്ടം, പ്രിയദർശന്റെ എനിക്കൊണ്ട് പ്രിയദർശൻ സിനിമകള്, പിന്നീട് സത്യനന്ദിക്കാടിന്റെ സിനിമകള്, കമലിന്റെ സിനിമകള്, പിന്നെ അവങ്ങോട്ട് ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് കിലുക്കും യോധയൊക്കെ എനിക്കൊണ്ട് ലാലേട്ടനായിട്ടുള്ള ഒരു കോംബോ, അതൊരു അവർ തമ്മിലൊരു വല്ലാത്തൊരു കെമിസ്ട്രി തന്നെയാണ് അത്. ഇന്നിപ്പോ നമ്മൾ ആ കിലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജഗതി അല്ലാതെ നമുക്ക് ആരെയും സങ്കല്പിക്കാൻ പറ്റില്ല. ഇപ്പൊ താളവട്ടം എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ജഗതി ശ്രീകുമാർ, MG സോമൻ ജോലി നഷ്ടപ്പെട്ടിട്ടില്ല, അത് അതേപോലെ പിന്നെ കിലുക്കത്തിലാണെങ്കിലും യോധ, അങ്ങനെ ഇഷ്ടംപോലെ പടങ്ങളുണ്ട് എനിക്ക് ജഗതി. അത് ഡയറക്ടർക്ക് അല്ലെങ്കിൽ ഒരു റൈറ്റർ എഴുതി വെക്കുന്നതോ ഡയറക്ടറോ പറഞ്ഞു കൊടുക്കുന്നതിനോ അപ്പുറത്തോട്ടാണ് ജഗതി ചെയ്യുന്നത്. അത് വളരെ അപൂർവ നടന്മാരാണ് അങ്ങനെ ചെയ്യുന്നത്. അത് ഒരിക്കലും ജഗതിയുടെ ചില എക്സ്പ്രഷൻസ് ഒക്കെ ജഗതി ഇടുന്നത്, ഇപ്പൊ സായികുമാർ വരെ ഈ അടുത്ത ഇന്റർവ്യൂല് പറയും ചില സമയത്ത് ജഗതി അവിടെ വന്നിട്ട് ഒരു എക്സ്പ്രഷൻ ഇടും. അതൊന്നും ഒരു ഡയറക്ടർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന. നമ്മളിപ്പോഴും ഇപ്പൊ ജഗദീഷ് ശ്രീകുമാർ പറഞ്ഞ ഡയലോഗൊക്കെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം, അങ്ങനത്തെ ഒരുപാട് ആ ഡയലോഗൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിൽ കിടക്കും. ഒരുപാട് അപ്പുക്കുട്ട ആ ക്യാരക്ടറൊക്കെ ജഗതിക്ക് ഈ പറഞ്ഞ പോലെ നമ്മള് അറിയാലോ, ഈ നടന്മാരൊക്കെ ഇപ്പൊ മികച്ച നടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നായകനാവണം, അല്ലെങ്കിൽ ഒരു സീരിയസ് വേഷം ചെയ്യുന്ന നടന്മാരൊക്കെ അവാർഡ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതെന്നൊക്കെ ബ്രേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. ഇപ്പൊ പിന്നെയും മാറി. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി കണ്ടു കഴിഞ്ഞാൽ ജനകീയമായിട്ടുള്ള സിനിമകൾക്കും നടന്മാർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അന്ന് എല്ലാം കുറച്ചൊരു ഓഫ് ബീറ്റ് ടൈപ്പ് സിനിമയാണ്. പക്ഷെ അവിടെ നിന്നും ആ സമയത്തും ബ്രേക്ക് ചെയ്യുന്ന നടനാണ്. ജഗതിക്ക് 91 ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്, നമ്മുടെ മികച്ച രണ്ടാമത്തെ നടൻ. അന്ന് ലാലേട്ടനായിരുന്നു ബെസ്റ്റ് ആക്ടർ. അന്ന് ഈ പറഞ്ഞ പോലെ കിലുക്കവും അഭിമന്യും പോലത്തെ സിനിമകളൊക്കെ. അന്ന് കിലുക്കത്തിനും അപൂർവം ചിലർ എന്ന് പറഞ്ഞ സിനിമയ്ക്കും കൂടിയാണ് ജഗതിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അത് രണ്ടും ഈ അപൂർവ ചിലർ ചിലപ്പോൾ ഇന്നത്തെ ജനറേഷൻ പലരും കണ്ടില്ല. അതിന് ജഗതിയും ഇന്നസെന്റും ആണ് മെയിൻ. അവരുടെ മക്കളായിട്ട് എനിക്ക് തോന്നുന്നു സായികുമാറും ഗണേഷ് കുമാറും ആണ്. ജഗതി ശ്രീകുമാർ ഒരു പക്ക സീരിയസ് റോളാണ്.
അതൊരു പോസിറ്റീവ് ക്യാരക്ടർ, അപ്പുറത്തെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ് ഇന്നസെന്റ് ചെയ്തത്. പക്ഷെ ഈ രണ്ട് സിനിമ രണ്ട് തരത്തിലുള്ള പെർഫോമൻസുകളൊക്കെയാണ് അന്ന് ജഗതിക്ക് അവാർഡ് കിട്ടിയത്. പിന്നെ ഈ ഇമോഷൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇന്നസെന്റ് ജഗതി എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്ന പാട്ടാണ് കാബുള്ളിവാല. അതില് ആ പാട്ട് ഇന്ന് എനിക്ക് അവര് രണ്ടുപേരും തന്നെയാണ് അവർ രണ്ടുപേരും സ്കോർ ചെയ്തു. ഇമോഷൻ കോമഡിക്ക് കോമഡി, അതിലൊരു പ്രത്യേക തരം ആ ഒരു പാട്ട് എപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഒരു പാട്ടാണ്. ഈ മീശ മാധവനും നിഴൽക്കുത്ത് ഇതേപോലെ രണ്ട് സിനിമകൾക്കും 2002 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മീശ മാധവൻ ഒരു തരം പെർഫോമൻസ്, അതായത് രണ്ട് വെറൈറ്റി കോമഡി ഒരു വില്ലൻ ക്യാരക്ടറാണ് അതിൽ മീശ മാധവന്റെ. പിള്ളാച്ചൻ ജഗതി ശ്രീകുമാർ അല്ലാതെ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റില്ല. അതിലും വേറെ രസമായിട്ട് വെച്ച കാര്യം നമ്മളിപ്പോ ജഗതി ചെയ്ത റോളുകൾ, ഒന്ന് ഫ്രണ്ട്സിലെ ലാസർ അളയപ്പൻ, ഈ പറയുന്ന നമ്മുടെ ഇപ്പൊ കിലുക്കത്തിലെ റോള്, ഇതൊക്കെ ശരിക്കും ആദ്യം ജഗതിയില്ല. അത് ശരിക്കും ആ റോള് നിശ്ചലായിട്ട് അന്ന് ശ്രീനിവാസൻ. കാരണം നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ പ്രിയദർശന്റെ സ്വന്തം ആൾക്കാരാണ് ശ്രീനിവാസൻ, പ്രിയദർശൻ മോഹൻലാൽ ശ്രീനിവാസൻ മോഹൻലാലിനെ പ്ലാൻ ചെയ്ത് ശ്രീനിവാസന്റെ ഡേറ്റിന്റെ ഇഷ്യൂ ആണോ എന്തോ കാരണങ്ങളോടാണ് ജഗതി വന്നത്. പക്ഷെ ജഗതി വന്നത് നമുക്ക് ജഗതി അല്ലാതെ ആരും സങ്കല്പിക്കാൻ പറ്റില്ല. ഇത് തന്നെയാണ് ഫ്രണ്ട്സ്. അന്ന് ഇന്നസെന്റ് ആയിരുന്നു, പക്ഷെ ഇന്നസെന്റ് അത് മാറിക്കഴിഞ്ഞപ്പോഴാണ് പകരം ജഗതി ശ്രീകുമാർ വന്നത്. ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ജഗതി വന്നു കഴിഞ്ഞപ്പോൾ ജഗതി അല്ലാതെ നമുക്ക് ആരെയും സങ്കല്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇതേപോലെ തന്നെ ജഗതി ചെയ്ത വേറെ റോളാണ് നമ്മുടെ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളില്. അത് ഇതേപോലെ തന്നെ കമൽ അന്ന് ശ്രീനിവാസനെ പ്ലാൻ ചെയ്ത റോളാണ്. അത് ജഗതി വന്നു കഴിഞ്ഞപ്പോ ആ സീൻ എനിക്ക് ഉറപ്പാണ് അത് ജഗതി കഴിഞ്ഞിട്ടുള്ള മറ്റേ ഒരു സോപ്പ് തേച്ചിട്ട് അവസാനം സോപ്പ് ഒരു ചെറിയൊരു കഷ്ണമാക്കിയിട്ട് ജയറാമിന് കൊടുക്കണം. അത് സ്ക്രിപ്റ്റിൽ എന്തോ ഒരു വരി എന്തോ എഴുതി വെച്ചിട്ടുള്ളൂ. ജഗതി അത് കൊണ്ടുവന്ന് ഈ പറയുന്ന പോലെ കയ്യിൽ നിന്ന് ഇടുക എന്ന് പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അത് ഈ പറഞ്ഞ പോലെ ജഗതിക്ക് മാത്രമുള്ള. മറ്റേ ആനച്ചന്തത്തില് മറ്റേ പശുവിനെ നക്കുന്നതോ, ഇതേപോലെ നമ്മുടെ കിലുക്കത്തില് തുപ്പിയിട്ട് ഗ്ലാസ് തുടയ്ക്കുന്നത്, കുറെ സിനിമകളുണ്ട് നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് തോന്നുന്നു ജഗതി ബിന്ദു പണിക്കർ കോംബോ നല്ല രസമുള്ള മറ്റേ ശ്രീകൃഷ്ണ നക്ഷത്രത്തിൽ. പിന്നെ ദോസ്തിലുണ്ട്. അല്ലാതെ കുറെ പടങ്ങളുണ്ട്. കൽപ്പനയും ജഗതിയും അവരുടെ വേറൊരു കോംബോയാണ്. ഈ പറഞ്ഞ അധികം ഈ പറഞ്ഞ പോലെ ജഗതിനെ കുറിച്ച് പറഞ്ഞാൽ അന്ന് മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു നടനായിരുന്നു ആ സമയത്ത്. ഒരു മാനേജർ ഇല്ലാത്തൊരു നടനായിരുന്നു. അതായത് ഒരു ദിവസം തന്നെ ജഗതി ശ്രീകുമാറിനെ കുറിച്ച് പറയുന്നത് അന്ന് ലൊക്കേഷനിൽ ഏത് കാറ് വരുന്നോ ആ കാറിൽ കയറി പോകും. ആരാണോ ആദ്യം ഒന്ന് വിളിക്കുന്നത് അവരുടെ കൂടെ പോകും. അങ്ങനെയുള്ള ഓടി നടന്ന് അഭിനയിക്കുന്ന, അതായത് അത് സമ്മതിക്കണം. കാരണം രാവിലെ ഒരു എന്താ പറയുക തട്ടിപ്പ് വീരനായിട്ടാണെങ്കിൽ ഉച്ചയ്ക്ക് നമ്പൂതിരിയായിട്ട് അഭിനയിക്കും, വൈകുന്നേരം വേറൊരു വൃദ്ധനായിട്ട് അഭിനയിക്കും. ഇങ്ങനെ ജഗതി ശ്രീകുമാർ അല്ലാതെ വേറെ ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീരമ്മാൻ എന്ന് പറഞ്ഞ റോളുണ്ട്. അത് ജഗതിയുടെ ഒക്കെ അതായത് അതിലൊരു വയസ്സായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജഗതി ചെയ്തത്. വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കുറെ സിനിമകൾ നമ്മളങ്ങനെ പറയുകയാണെങ്കിൽ ജഗതിക്ക് മാത്രം ചെയ്യുന്ന ജഗതി മാത്രം ഗംഭീരമാക്കാൻ കഴിയുന്ന കുറെ റോളുകളുണ്ട്. എന്താ പറയാ ഫേഷ്യൽ എക്സ്പ്രഷനും അത് വെച്ചിട്ട് തന്നെ നമുക്ക് കോമഡി വരും അല്ലെ. പല ഈ ഇതിൽ തന്നെ യോധയിലുണ്ട്, വെള്ളി നക്ഷത്രം, അങ്ങനെ കുറെ പടങ്ങളിലൊക്കെ അല്ലേ. കിഴക്കൂണരും പക്ഷി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അന്നത് വലിയ ശ്രദ്ധിക്കപ്പെട്ട സിനിമ അല്ലേ. ഇന്ന് ആ സിനിമ കാണുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി. ഈ അടുത്താണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ജഗതി അതിൽ ഒരു ടാക്സിയിൽ വന്നിറങ്ങിയിട്ട് പറയുന്നുണ്ട്, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും അപ്പക്കുട്ട, പൈസ ഇപ്പൊ തരാന്ന് പറയുമ്പോൾ മറ്റേ ഡ്രൈവർ ചോദിക്കുമ്പോൾ എന്റെ പേര് അപ്പക്കുട്ടെന്നല്ലല്ലോ, ഇല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യില്ലേ എന്ന് ചോദിക്കും. അത് ജഗതി കഴിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനത്തെ കുറെ സംഭവങ്ങൾ പുള്ളി കയ്യിൽ നിന്ന് നമ്മൾ നടന്നു പോകുമ്പോ ഒരു പഴം എടുത്ത് കഴിക്കുന്നത്, അല്ലെങ്കിൽ മറ്റേ ജയറാമിന്റെ കൂടെ ഒരു പഴം ഉണ്ടല്ലോ കൊട്ടാരത്തിലെ മറ്റേ കിലുകിൽ പമ്പരത്തിലൊക്കെ കാണുന്ന കുറെ സാധനങ്ങൾ. അതായത് പറയുകയാണെങ്കിൽ കുറെ റോളുകളുണ്ട്. അതെ, നമുക്കിങ്ങനെ പെട്ടെന്ന് എല്ലാം നമുക്ക് ഫെമിലിയർ ആണ്, പക്ഷെ ഏത് സിനിമയെന്ന് പോലെ നമുക്ക് കൺഫ്യൂഷൻ വരും. ഈ പറഞ്ഞ പോലെ ജഗതിയും അന്ന് ഒരുപാട് കേസുകൾ പ്രശ്നങ്ങളിലൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ജഗതിയും ഈ പറഞ്ഞ പോലെ തന്നെ അറസ്റ്റ് ആവുന്നത്. പക്ഷെ അന്നൊക്കെ ഇഷ്യൂസ് എന്നൊക്കെ മാറി അദ്ദേഹം തിരിച്ചു വന്നു, വീണ്ടും ആക്റ്റീവായി എന്ന് പറയണതൊക്കെ അതൊരു എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് ആയിട്ട് മറ്റേ ആക്സിഡന്റും കൂടെ കഴിഞ്ഞിട്ട് വന്ന പടമാണ് CBI ഫയല്. ചെറിയൊരു പിന്നെ ഇപ്പോ ബേസിൽ ജോസഫിന്റെ വലയാണ് ഇപ്പൊ അടുത്തത്. പക്ഷെ ഈ പറഞ്ഞ അദ്ദേഹം ഇപ്പോഴും വീൽ ചെയറിലാണ്, അല്ലെങ്കിൽ ചെയറിലാണ്. അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും ഇപ്പോഴും പറ്റില്ല. ശരിക്കും അദ്ദേഹം സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഇതാവുന്നില്ല നമുക്ക്. കാരണം ശ്രീനിവാസനൊക്കെ അവസാനം വരെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും സംസാരിച്ചിരുന്നു, സെൻസ് ഉണ്ടായിരുന്നു. ഇതെനിക്കൊന്ന് ജഗതി ശ്രീകുമാറിനെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് വീണ്ടും ആക്റ്റീവ് ആവട്ടെ. ഈ പറഞ്ഞ നമ്മളിപ്പോ കുറെ സിനിമകൾ നമ്മൾ പറഞ്ഞിരിക്കും, എത്രയും 1000 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്രയധികം സിനിമകൾ അധികം സിനിമകൾ പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നിയത്. പറയാനായിട്ട് ഒരുപാട് സിനിമ, അതായത് ഈ പറഞ്ഞ പോലെ പ്രേം നസീർ മുതൽ അവസാനം ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, ഇവരുടെ ആസിഫ് അലിയുടെ കൂടെ ഇവരുടെ കൂടെ വരെ അഭിനയിച്ചിട്ടുള്ള
ഒരാളാണ്. അതായത് ഏതൊരു ജനറേഷന്റെ കൂടെയും ആ ഒരു രീതിയിൽ പൊളിച്ചടക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഭയങ്കര നോട്ടബിൾ ആയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ടാണെങ്കിലും പണ്ടെടുത്ത് നോക്കിയാലാണെങ്കിലും എനിക്ക് വില്ലൻ വേഷമായിട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്ന് മീശമാധ. പക്ഷെ അത് അതെ കറക്റ്റ് വില്ലൻ അല്ല അല്ലെ മീശമാധ അല്ല, നമുക്കൊരു പക്ക വില്ലനായിട്ട് ശരിക്കും അവിടെ ഇന്ദ്രജിത്ത് ആണ്. പക്ഷെ ജഗതി ഒരു വില്ലൻ നെഗറ്റീവാ. പക്ഷെ എനിക്ക് നരിമാനിലൊക്കെ പുള്ളി പക്ക വില്ലനാണ്. അല്ല വക്കീലല്ല, വക്കീല് സിദ്ദിഖായിരുന്നു. എനിക്ക് അതിലൊരു മെയിൻ വില്ലനായിരുന്നു ജഗതി. അതിലൊക്കെ ഭയങ്കര ഒരു കോമഡിയാണ് കാണിക്കുന്നത്, പക്ഷെ ഭയങ്കര വില്ലനീസം ഉണ്ട്. അങ്ങനത്തെ കുറെ വില്ലൻ ക്യാരക്ടേഴ്സും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ആ ഒരു ക്യാരക്ടർ. ജിത്തു ജോസഫ് എവിടെയോ പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. ദൃശ്യം സ്ക്രിപ്റ്റ് പണ്ട് എഴുതുമ്പോ ആ വില്ലൻ ക്യാരക്ടർ ശരിക്ക് ജഗതി ശ്രീകുമാറായിരുന്നു. അതല്ല പിന്നെ ഷാജോൺ ചെയ്തു. അത് ശരിക്ക് ജഗതി ശ്രീകുമാറിന്റെ മനസ്സിൽ കണ്ടാണ് അത് എഴുതിയതെന്ന് പറയാറുണ്ട്. എനിക്കുള്ള കുറെ സിനിമകൾ ഞാൻ ആലോചിക്കുമ്പോൾ അത് ജഗതി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ഇതിലെ സ്പിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിൽ നന്ദു ചെയ്തത് എനിക്ക് തോന്നുന്നു അത് ജഗതി ശ്രീകുമാറിനെയാണ് അന്ന് മനസ്സിൽ കരുതിയിരുന്നത്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ ജഗതി ശ്രീകുമാറിനെ വെച്ചിരുന്ന പിന്നീട് കുറെ റോളുകളാണ് പിന്നീട് മറ്റു നടന്മാർക്ക് പോയത്. അവര് ഗംഭീരമായി ചെയ്തെങ്കിലും ജഗതിക്ക് തുല്യം ജഗതി തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് കുറച്ച് വന്നപ്പോ പുതിയ സിനിമയിലോട്ട് വന്നപ്പോ കോമഡി അല്ല ഇച്ചിരി എന്താ പറയാ സപ്പോർട്ടിംഗ് റോൾസ് ആക്കി. ഇപ്പൊ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററിലും മോഹൻലാലിനൊപ്പം അങ്ങനെ കുറച്ച് മൂവീസ് ഉണ്ട്. സ്റ്റേറ്റ് അവാർഡ് ഒരു പ്രത്യേക മെൻഷൻ കിട്ടിയിട്ടുള്ളത് വളരെ ഒരു വെളിച്ചപ്പാട്. പൃഥ്വിരാജിന്റെ അപ്പൂപ്പനായിട്ടോ അച്ഛന്റെ അച്ഛനോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നല്ലൊരു ക്യാരക്ടറായിരുന്നു അത് ജഗതി ശ്രീകുമാറിന്റെ. പിന്നെ നമ്മള് അത് നെഗറ്റീവാണ്, പക്ക നെഗറ്റീവ് അല്ല, പക്ഷെ ഒരു നോട്ടബിൾ ആയിട്ട് ഒരു നെഗറ്റീവ് റോളാണ് ഉറുമിയിൽ ചെയ്തേക്കുന്നത്. അതിൽ ആ ഒരു ജഗതിക്ക് ജഗതിയായിട്ടൊരു സ്റ്റൈലുണ്ട് ഓരോ സിനിമയിലേക്ക്. ഉറുമിയിലൊരു പ്രത്യേകം മാനറിസം ഉണ്ട്, അങ്ങനെ ഇതുണ്ട്. പിന്നെ ഡാൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പട്ടാഭിഷേകം, അത് പറയാതിരിക്കാൻ പറ്റില്ല. അതില് പുള്ളി വന്ന് നിൽക്കുമ്പോ തന്നെ ആ പാട്ടാണ് വെട്ടത് ഓർമ്മ വരാം അല്ലേ. എന്തായാലും കുറെ ക്യാരക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ ബാക്കി ഇവര് പറയട്ടെ. അതെ, ഇനി ഞങ്ങൾ പറയാത്തതും പറഞ്ഞതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാ, പറയാത്തത് ഏതെങ്കിലും അത് മെൻഷൻ ചെയ്യണം. പിന്നെ അദ്ദേഹം ഇതേപോലെ ആരോഗ്യപരമായിട്ട് ഇനിയും സിനിമകളിൽ സിനിമ ഒക്കെ ചെയ്ത് നമ്മുടെ മുന്നിൽ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.